നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ എല്ലാ പാർട്ടിയിലെ നേതാക്കന്മാരും തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ BJPക്കാണ് കൂടുതൽ ആവേശം. അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെയാണെന്ന് തന്നെ പറയാം. എല്ലാവരേക്കാൾ മുൻപ് പ്രചാരണം തുടങ്ങിയതാണ് NDA. ജനുവരി 15 കഴിയുമ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് തീരുമാനമായില്ല. പക്ഷെ BJP മുൻനിർത്തുന്ന സ്ഥാനാർത്ഥികൾ ആരാണെന്ന് എല്ലാവർക്കും ധാരണയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സുരേഷ് ഗോപിയുടെ തൃശൂർ മണ്ഡലമാണ്. ഇപ്പോൾ സുരേഷ് ജി പറയുന്നത് തൃശൂർ മാത്രമല്ല, കേരളത്തിലെ പല മണ്ഡലങ്ങളും BJPക്കൊപ്പം വരുമെന്നാണ്. കുറച്ച് ആത്മവിശ്വാസം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ 2 വർഷമായി തൃശൂരിൽ ശക്തമായ പ്രവർത്തനം സുരേഷ് ഗോപി നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള കർമ്മമാണ്. ഇതിൽ ഏത് സന്ദർശനമാണ് എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. എന്തെന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നിട്ട് തൃപ്രയാറിൽ പോയത് രാഷ്ട്രീയ പ്രവർത്തകന്റെ കർമ്മമാണോ അതോ ഒരു ഈശ്വര വിശ്വാസി എന്ന നിലയിലാണോ? പിന്നെ കേരളത്തിലോട്ട് എപ്പോഴും വരുന്നത് രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണെന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തതും ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നതെന്നും പറയുന്നത് BJPക്കാർ തന്നെയാണ്. തൃശൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ അണികളോടൊപ്പം അഹോരാത്രം പണിയെടുക്കുകയാണ് സുരേഷ് ജി. ഇക്കുറി തോറ്റാൽ ഹാട്രിക് അടിക്കാൻ സാധിക്കും. ഒരു തവണ നിയമസഭയിലേക്കും ഒരു തവണ ലോക്സഭയിലേക്കും മത്സരിച്ച് തോറ്റ വ്യക്തിയാണ്. ഇത് 3ാമത്തെ മത്സരമാണ് അദ്ദേഹത്തിൻ്റെത്. ഒന്നിൽ പിഴച്ചാൽ 3 എന്ന കാര്യം ഉൾക്കൊണ്ടിട്ടാണോ 3ാമതൊരു മത്സരത്തിന് തയ്യാറാകുന്നതെന്ന് അറിയില്ല. പക്ഷെ എത്രത്തോളം വിജയസാധ്യതയുണ്ടെന്ന് കണ്ടറിയണം. മോദി വന്നിട്ട് പോലും സുരേഷ് ജിക്ക് ജയിക്കാനാവാത്തത് ആരുടെ കഴിവില്ലാത്തത് കൊണ്ടായിരിക്കും. ആർക്കും കഴിവില്ലാത്തത് കൊണ്ടല്ല, കേരളത്തിലെ ജനങ്ങൾ ഇവരെ പോലെ മന്ദബുദ്ധികൾ അല്ലാത്തത് കൊണ്ടാണ് എന്ന് ഉറപ്പിച്ചു പറയാം. ഇന്ന് നാട്ടിക, പുതുക്കാട്, ഒല്ലൂര്, ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപി എത്തുക. നേരത്തെ കോർണർ യോഗങ്ങളായിട്ടാണ് സുരേഷ് ഗോപി യോഗങ്ങൾ നടത്തി വന്നിരുന്നത്. അത് മാറ്റി നിയോജക മണ്ഡലത്തിലേക്ക് മാറ്റുകയാണ്. കേന്ദ്ര ഫണ്ട് നടപ്പാക്കിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാകും സുരേഷ് ഗോപി ഇതിലൂടെ ശ്രമിക്കുന്നത്. ഇനി മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകാനും സുരേഷ് ഗോപി ശ്രമിക്കും. കോർണർ മീറ്റിംഗുകൾ മാറ്റി ബൂത്ത് ഭാരവാഹികളെ വിളിച്ച് മണ്ഡലം കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനം നടത്താനാണ് സുരേഷ് ജിയും BJPയും ഇപ്പോൾ ശ്രമിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തൃശൂരിൽ സുരേഷ് ഗോപിക്കായി BJP പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തൃശൂരിൽ മോദിക്കൊപ്പം സ്ത്രീശക്തി എന്ന പരിപാടിയിൽ ഒരേ വേദി പങ്കിട്ടിട്ട് പോലും സുരേഷ് ഗോപിയെ പറ്റിയോ മണ്ഡലങ്ങളെ പറ്റിയോ സ്ഥാനാർത്ഥിയെ പറ്റിയോ ഒരു വാക്ക് പോലും പറയാതെ മോദിയുടെ വൺമാൻ ഷോ ഇറക്കി പോയതാണ്. ഇപ്പോൾ അവർ സുരേഷ് ജിയെ തഴഞ്ഞതാണോ എന്ന സംശയവുമുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ മാതാവിന് സ്വർണ്ണക്കിരീടവും സമ്മാനിച്ച് സുരേഷ് ഏട്ടൻ അതിലും വലിയ ഷോ കാണിച്ച് മുന്നേറുന്നുണ്ട്. ബൂത്ത് തല യോഗങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ഇന്ന് 4 മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപി എത്തുക. റിപ്പീറ്റ്, ഇന്ന് 4 മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപി എത്തുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് സംഘടനയുടെ അടിത്തട്ട് ശക്തമാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബൂത്ത് തല യോഗം നടത്തുന്നത്. വീര സവർക്കർ വന്നാലും BJP ജയിക്കില്ലെന്ന TN പ്രതാപൻ MPയുടെ പ്രസ്താവനയ്ക്കും സുരേഷ് ഗോപി മറുപടി നൽകുന്നുണ്ട്. വീര സവർക്കർ വന്നാൽ ജയിക്കുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് ജനങ്ങളെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. വീര സവർക്കർ വന്നാലും ജയിക്കുമെന്ന് കോൺഗ്രസുകാർ ഒരിക്കലും പറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണ്, ജനങ്ങൾ തീരുമാനിക്കും ആര് ജയിക്കണമെന്നും ആര് പരാജയപ്പെടണമെന്നും. എന്തായാലും തൃശ്ശൂരിന് ചരിത്രം എഴുതാൻ സാധിക്കുമോ എന്ന് നോക്കാം.